ഇന്ന് പായ്ക്ക് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് തേക്കടിക്കാണ് പോകുന്നത്. അങ്ങനെ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റു. വണ്ടിയൊക്കെ ഫുള്ളി ചള്ളയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഭയങ്കര മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിയൊക്കെ രാവിലെ തുടച്ചു. അങ്ങനെ നമ്മുടെ 2 ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇത് കേട്ടോ. അപ്പം പുള്ളി തൃപ്പൂണിത്തുറക്കാരനാണ്. അങ്ങനെ വണ്ടി ഏകദേശം ഫുള്ള് തുടച്ചു, ക്ലീൻ ആക്കിയിട്ടുണ്ട്. ചള്ളയെല്ലാം കളഞ്ഞു. ഇനി നിന്ന് പോകുന്നത് തേക്കടിക്കാണ്. ഇന്ന് മഴയുണ്ട്, വീണ്ടും ചള്ളയാകും, വീണ്ടും കഴിയേണ്ടി വരും. അപ്പം തേക്കടിയിലെ ഹോട്ടൽ ക്രൗൺ വാലി ഹോട്ടൽ എന്നാണ് പേര് കേട്ടോ. അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് വേണം ബോട്ടിങ്ങിന് പോകാൻ. അങ്ങനെ നേരെ കുളിക്കാൻ വേണ്ടി പോവാണ്. കുളിക്കാൻ പോകുന്ന വഴിക്കാണ് കിച്ചൺ. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. നേരെ വന്നു, ഒരു ചായ കുടിച്ചു. ചായയൊക്കെ എടുത്തു. നല്ല ചൂടുണ്ടായിരുന്നു ചായയ്ക്ക്. അങ്ങനെ ചായ കുടിച്ചിട്ട് ഇനി നേരെ കുളിക്കണം. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ നല്ല ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. ബാത്റൂം വലിയ കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. കാരണം ഫുഡൊന്നും ആരും പ്രൊവൈഡ് ചെയ്യാതെ തരാറില്ല. പിന്നെ ഇവിടുത്തെ പിന്നെ ഫുഡുള്ളതുകൊണ്ട് തന്നെ ഭാഗ്യം. പിന്നെ ഇന്ന് കഴിക്കാൻ അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പം ചെറിയ അപ്പമായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പവും കടലക്കറിയും ചായയും കുടിച്ചു. അപ്പോഴത്തേനും ഗസ്റ്റ് വിളിച്ചു കേട്ടോ. അവർ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 9 മണിയാകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ 8:30 ആയപ്പോൾ റെഡിയായി. അങ്ങനെ ലഗേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും ഒരു ബായി വന്നിട്ടുണ്ട് ലഗേജൊക്കെ ആയിട്ട്. 2 പെട്ടി ഉണ്ടായിരുന്നു അവർക്ക് കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് വെച്ചു. അപ്പം പിന്നെ വെയിറ്റിംഗ് ആണ്. അവർ റിസപ്ഷൻ എന്തോ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങാൻ. അങ്ങനെ 9 മണി കഴിഞ്ഞു. ഏകദേശം 9:05. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി. ഞാൻ വൈറ്റ് ഇട്ടില്ല. അങ്ങനെ എൻ്റെ ഗസ്റ്റ് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് തേക്കടിക്കാണ്. അപ്പം വഴിയിൽ നല്ല ചൂടായിരുന്നു. അങ്ങനെ ക്രൗൺ വാലി ഹോട്ടലിലെത്തി. അവരകത്തോട്ട് പോയി കേട്ടോ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം 11:30 അപ്പം 11:45 അവർ ഇറങ്ങാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 11:45 ഇറങ്ങി കേട്ടോ. അവർ ഞങ്ങൾ കുമളി ജംഗ്ഷനിൽ വന്നേ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ തമിഴ്നാടാണ് കേട്ടോ, റൈറ്റ് തേക്കടി. അങ്ങനെ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തു. അവർ എലിഫൻറ്റ് സഫാരിയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയി. ഇത് ബീച്ചാൻ്റെ അവിടെയാണേ. നമ്മുടെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് ബീച്ചാൻ്റെ അവിടെയാണ്. ഇത് സ്ഥിരം പോകുന്നതാണ് കേട്ടോ ഞങ്ങളവിടെ. അങ്ങനെ എല്ലാവരും എലിഫൻറ്റ് സഫാരിക്കൊക്കെ പോയിട്ട് വരുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ വളരെ തിരക്ക് കുറവായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഗസ്റ്റ് കേട്ടോ. അപ്പോൾ തിരക്ക് വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടതാണ്. ഞങ്ങൾ വന്നപ്പോഴേ ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ അവരെ വിട്ടിട്ട് നേരെ കഴിക്കാനാണ് പോയത് കേട്ടോ. നമ്മൾ ടസ്കർ കഫേയിലാണ് കഴിക്കാൻ പോയത്. ടസ്കർ കഫേ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിങ്ങിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല ഫുഡാണ് അവിടെ. അങ്ങനെ മൂന്നാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കാർ സ്റ്റീരിയോ കേൾക്കുന്നില്ല. അപ്പം സ്റ്റീരിയോ കേൾക്കാതിരിക്കുമ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ബോണറ്റ് തുറക്കുന്നു, സ്പാനർ എടുക്കുന്നു. സ്പാനർ എടുത്തിട്ട് നേരെ ബാറ്ററി ഒന്ന് അഴിച്ചു വിട്ടിട്ട് പിന്നെയും കുത്തി കഴിയുമ്പോഴത്തേന് സ്റ്റീരിയോ വർക്കാവും. അതെന്തോ ഈ ഓണാക്കിയിട്ട് നമ്മൾ താക്കോലടിക്കുമ്പം ഓണാക്കി കഴിയുമ്പോഴത്തേന് അത് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ അഴിച്ചു. അത് സ്ഥിരം പരിപാടിയാണ്. ഏകദേശം ഒരു 2-3 മാസം ആകുമ്പോഴത്തേന് ഇങ്ങനെ പരിപാടി വരും. സ്റ്റീരിയോ തന്നെ ഓഫായി പോകും. പിന്നെ ബാറ്ററി വിടിയിച്ചിട്ട് വേണം സ്റ്റീരിയോ ഓണാകത്തുള്ളൂ. അങ്ങനെ സ്റ്റീരിയോ ഓണായി കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇനിയും വൈകുന്നേരം കഥകളിയും കളരിപ്പയറ്റിനും ഇറങ്ങണം. അപ്പം ഇവർക്ക് ബാത്തിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിഫൻ്റ്. പക്ഷേ അവരത് ടിക്കറ്റ് എടുത്തില്ല. അവർക്ക് ചെയ്യാനൊരു മൂഡില്ലായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് ഇനിയും കളരിയും കഥകളിയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവരെ വിട്ടിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ പോയി കേട്ടോ. ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പം പ്രകടനങ്ങൾ അതിലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കഥകളി കളരിപ്പയറ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കേട്ടോ. അവർ വെറുതെ ടിക്കറ്റ് എടുത്തു. പക്ഷേ അവർ ബാത്തിങ്ങിന് പോയില്ല. എന്നോട് പറഞ്ഞ് ആർക്കെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞ് ഞാൻ ആർക്ക് കൊടുക്കാൻ. അങ്ങനെയാണ് നോക്കിയപ്പം വണ്ടിക്ക് ടയർ കാറ്റ് കുറവുള്ള പോലെ തോന്നി. 2 ദിവസമായിട്ട്. കഴിഞ്ഞ ദിവസം പെയിൻറ്റിങ്ങിന് കൊടുത്തേക്കുമായിരുന്നു. പെയിൻറ്റിങ്ങിന് കൊടുത്തിട്ട് വണ്ടി എടുത്തപ്പം കാറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അപ്പച്ചിയുടെ മോനൊക്കെ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെറിയൊരു സൂചിപ്പഞ്ചറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എയറും അടിച്ചു. ഇനി നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹോട്ടലിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ദോശയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ദോശയും കഴിച്ചിട്ട് ഇനി നേരെ